സിനിമ ഹച്ചിരിമ തിടുക്കത്തിൽ അരങ്ങത്തൊന്നുദിച്ചിടണ്ടേ ഒരു വരമത്തു സിനിമ തുടക്കത്തിൽ എടുത്തിട്ടൊന്നുരച്ചിടണ്ടേ ഓ ദൂരെ ദൂരെ ചിരിമ ദൂരത്തല്ലോ താരം ചാരത്തുണ്ടല്ലോ അമ്മേലെ കുട്ടി ചാടിക്കേറാം താരക്കൂട്ടത്തിൽ നീയും കേറിക്കൂടണ്ടേ അമ്മാനെ തേടി പാറിപ്പോകണ്ടേ സിനിമ മാച്ചിരിമ സിനിമ മാച്ചിരിമ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമ സിനിമ ചിരിമ. നിറയെ കളിയും ചിരിയും തമാശയായി ഭീമ സിനിമ ചിരിമയുടെ ഒരു പുത്തൻ അധ്യായം ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം ഭീമ സിനിമ ചിരിമയിലേക്ക്. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. പെൻസിലായിട്ട് പാടുക. ആന കൊടുത്താലും മലവെട്ടിനെ പിടിച്ചാച്ച് മൂപ്പ എനക്ക് നല്ല മൂപ്പ. താകർതാളം നല്ല താകർതാളം. ക്ലാസിക്കൽ വേണോ അതോ സെമി ക്ലാസിക്കൽ വേണോ? അത്രയ്ക്ക് അങ്ങോട്ട് ലോ പോണോ? ഇനിയിപ്പോ ഇതിൽ ഏത് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് പാടാൻ ഒരു പാട്ടേ ഉണ്ടാവുള്ളൂ. ഇന്നലെ സ്വപ്നത്തിൽ കണ്ടുമുട്ടിയ കള്ളിപ്പെണ്ണേ. Come on, dance. ഭീമ സിനിമ ചിരിമ. അപ്പൊ ഇനി നമുക്ക് മണിയുടെ ഒരു പാട്ട് കേൾക്കാം അല്ലേ? ഞാൻ പാടണോ? ആ, മണി എപ്പോഴും പാടുന്ന അത് പ്രതീക്ഷിക്കൂലേ ആൾക്കാർ? അത് പാടണ്ടേ? എന്തായാലും എൻ്റെ പാട്ട് കുറെ കേട്ടതല്ലേ, എനിക്കൊരു ആഗ്രഹമുണ്ട്. അജി പാടുന്നത് കേട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ. ആണോ? അജി പാടുവോ? ഞാൻ പാടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എന്താ പറയാ, അടിയന്തര ഘട്ടങ്ങളിലൊക്കെ പാടേണ്ടി വരും. പാടി അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും വേണ്ടി അജി ഒരു പാട്ട് പാടണം. അജി ചെറിയ മനുഷ്യനിൽ നിന്ന് ഒരു ഒരു വലിയ കാര്യമുണ്ട്, പാട്ട്. എനിക്ക് ഒരു കാര്യം പറയണ്ട, ഒരു ജാമ്യം എടുക്കാണ്ട്. എന്താണ്? ചേട്ടൻ സാധാരണ പാടുന്ന ഹൈ പിച്ചിലാണ്, നീ ലോപ്പിച്ച് താഴെ കുഴപ്പമില്ലല്ലോ. ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ചേട്ടാ ഏത് പാട്ട് വേണം? അതായത് അജി അഭിനയിച്ച പടത്തിലെ പാട്ട് തന്നെ മതി. ആയിക്കോട്ടെ. ക്ലാസിക്കൽ വേണോ അതോ സെമി ക്ലാസിക്കൽ വേണോ അതോ മെലഡി വേണോ? അത്രയ്ക്ക് അങ്ങോട്ട് ലോ പോണോ? ഇനിയിപ്പോൾ ഇതിൽ ഏത് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് പാടാൻ ഒരു പാട്ടേ ഉണ്ടാവുള്ളൂ. അത് ഞാൻ പാടാം. അത് പാടുമ്പോഴത്തേക്കിന് എനിക്ക് പാട്ട് പാടുമ്പോൾ ഒരു കൂട്ടുകാരൻ വേണം. സാധാരണ ഞാൻ കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് അവരെ വെച്ചിട്ടൊരു ബലത്തിനാണ് പാടുന്നത്. അതാവുമ്പോൾ അവരെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു ധൈര്യമാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കുട്ടികളെ 2-3 പേരെ വിളിച്ചിട്ട് അവരാരും വന്നില്ല. അതുകൊണ്ട് നമുക്ക് കുട്ടികളുള്ളത് കൃഷ്ണൻകുട്ടി, രാമൻകുട്ടി അങ്ങനെയൊക്കെ ഉള്ളൂ. അതെ അതെ അതെ, നമ്മുടെ കുട്ടനും ഉണ്ട്, ബൈജുക്കുട്ടനും. പക്ഷെ അതിൽ കാര്യമില്ല. നമുക്ക് എൻ്റെ ഒരു സുഹൃത്ത് വരുന്നുണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. ആരാണ്? അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിൽ എൻ്റെയോടൊപ്പം വളരെ നല്ലൊരു കഥാപാത്രമൊക്കെ ചെയ്ത് കോമഡി ഫെസ്റ്റിവലിലൂടെ തൻ്റെ കഴിവ് തെളിയിച്ച് ഈ അടുത്ത കാലത്ത് മണവാളനായി വിവാഹമൊക്കെ കഴിഞ്ഞ് മിടുക്കനായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ലിറ്റിൽ സ്റ്റാർ പ്രദീപ്. പ്രദീപ് 2 മൈക്കും ഒക്കെ ആയിട്ട് ഒരെണ്ണം 10 രൂപയുള്ളതാണ്. ഞാൻ ഒരു സാധാരണ ഒരു മൈക്കുമായിട്ടാണ് 2 മൈക്കിൽ പാടുന്നത് ആദ്യമായിട്ടാണ്. കല്യാണം കഴിഞ്ഞു? അങ്ങനൊരു ഇതിലേക്ക് പെട്ടുപോയി. ഒരു സുനാമി. സുനാമി. എവിടെയാണ് വൈഫിന്റെ വീട് ഇവിടെ ചേർത്തലയാണ്. ചേർത്തല തുറവൂരി. എന്താ പേര് പെണ്ണിന്റെ? അശ്വതി. അശ്വതി. പ്രണയവിവാഹമായിരുന്നോ? അല്ല, അറേഞ്ച്ഡ് ആണ്. ആലോചിച്ചത് പ്രണയം അറേഞ്ച്ഡ് ആക്കി. ഞങ്ങൾ തമ്മിലൊന്ന് ആലോചിച്ചു വന്നിട്ട് ഉൾപ്പെടുത്തി അവരെ സ്ട്രോങ് ആയിട്ട് ആലോചിച്ചു. ഓക്കെ. എന്തായാലും പക്രുവിന് പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്ത് വേണം എന്ന് പറഞ്ഞപ്പോഴാണ് പ്രദീപിനോട്. പ്രദീപും പാട്ടുകാരനാണല്ലോ. പ്രദീപ് പാടുന്നയാളാണ്. നേരത്തെ നമ്മുടെ കോമഡി ഫെസ്റ്റിവലിലൊക്കെ പാടിയിട്ടുണ്ട്. പ്രദീപ് നന്നായി പാടുന്നയാളാണ്. അപ്പോൾ പക്രുവിനൊരു സപ്പോർട്ടും. അത്ഭുതദ്വീപ് സിനിമയുടെ ഇടവേളകളിലൊക്കെ ഞങ്ങൾക്കിങ്ങനെ സമയം കിട്ടുന്ന സമയത്തൊക്കെ പ്രദീപ് ഒരുപാട് പാട്ടുകളും അതുപോലെ പ്രദീപിൻ്റെ മിമിക്രി കഴിവുകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മളെ എത്രയോ മികച്ച കഴിവുള്ള കലാകാരന്മാർ ഉണ്ട്, പക്ഷെ അവരാരും ഇങ്ങനെ മുന്നോട്ട് വരുന്നില്ല, അവർക്കൊരു വേദിയില്ല. പക്ഷേ ഈ കോമഡി ഫെസ്റ്റിവൽ വന്നപ്പോഴാണല്ലേ ചെറിയ ആൾക്കാർക്ക് കുറേ സാധ്യതകൾ കിട്ടിയത്. അതിനും നമ്മുടെ മഴവിൽ മനോരമയ്ക്ക് ഒരു വലിയ ഒരു കയ്യടി കൊടുക്കണം, വേദി. അങ്ങനെ ഇപ്പം നമ്മുടെ പ്രദീപും സ്റ്റാർ ആയിട്ടുണ്ട് അല്ലേ, സിനിമയിലേക്ക് അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആരാധകരുണ്ട്. എനിക്ക് ഒരു ചെറിയൊരു അപേക്ഷയുണ്ട്. പാട്ടിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് പ്രദീപിൻ്റെ നമ്മുടെ ജാഫർ കെയും TTR
ഉവ്വ. അതൊന്ന് കേൾക്കട്ടെ. പടച്ചോനെ, ഇതെന്തോരും ആൾക്കാരേത്. ഏതായാലും പത്രം ഒന്ന് വായിച്ചേക്കാം. എന്നൊക്കെ വാർത്തയാ. കൈക്കൂലി കൊടുക്കാത്തതിൽ കൈലി ഒടിച്ചു. എൻ്റെ പൊന്നെ, എൻ്റെ നാടായത്. ഞാൻ എൻ്റെ സറ്റയ്ക്ക് വായിക്കണേത്. ഓറഞ്ച് 5 പൂത്ത് ഓറഞ്ചോ പോക്കോ. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ്. എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തിയില്ല എത്താ കൊമ്പത്തെ തത്തപ്പെണ്ണ്. ആ ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ്. എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തിയില്ല എത്താ കൊമ്പത്തെ തത്തപ്പെണ്ണ്. ഇളങ്കറിക്കിന്റെ കണ്ണു കുത്തുമ്പോ തെറിച്ചു തുള്ളിനും മിണ്ട പെണ്ണ. വാ തട്ട് തട്ടട തട്ടാളി മുട്ടും മുട്ടട മുട്ടാളി തട്ടിക്കൊട് മുട്ടിക്കൊട് മുട്ടി തട്ടിക്കൊട് തട്ടാളി. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ്. എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തി എത്താ കൊമ്പത്തെ തത്തപ്പെണ്ണ്. Come on, dance. ഇന്നലെ സ്വപ്നത്തിൽ കണ്ടുമുട്ടിയ കള്ളിപ്പെണ്ണെ, സ്വപ്നത്തിൽ നിന്നെ കാണാൻ ഇറങ്ങി വന്നോളെ. കടലിലെ കരിങ്കടലിലെ ചെറുകഴുത്തൊരു മുത്തെടുത്തേ, നിനക്കായി കോർത്തെടുത്തത് കഴുത്തിലിട്ടോട്ടെ. വലയിൽ കുരുങ്ങി കെട്ടിയ മീനെ പൊന്മീനെ, വാൽ കണ്ണെഴുതി വന്നൊരു മാനെ പൊന്മാനെ. മെല്ലെ കുലുങ്ങി കുലുങ്ങി ഇറങ്ങി വന്നാട്ടെ. വാ വാ തട്ട് തട്ടട തട്ടാളി മുട്ടു മുട്ടട മുട്ടാളി തട്ടിക്കൊട് മുട്ടിക്കൊട് മുട്ടി തട്ടിക്കൊട് തട്ടാളി. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ്. എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തി എത്താ കൊമ്പത്തെ തത്തപ്പെണ്ണ്. ക്ലാസിക്കൽ ക്ലാസിക്കൽ സരിഗ സരിഗ മനത്തൂന്നിറങ്ങി വന്നൊരു മന്ദാര പൂത്താരകമേ, നിന്നെയൊന്നു തൊട്ടോട്ടെ ഞാൻ കെട്ടിപ്പിടിച്ചോട്ടെ. ആകാശ പന്തലില് വട്ടമിട്ടു പറന്നിട്ടോ, എന്നെയൊന്നു നോക്കാനെന്നും താമസമെന്തിടിയേ. തിടുക്കം കൊണ്ടു ഞാനെന്നും അടുത്തിരിപ്പല്ലേ, പടക്കം പോലെയുള്ളിൽ പൊട്ടിച്ചിരിക്കൂലേ, എന്റെ കരളിലോട്ട് കറങ്ങി നിൽക്കൂലേ. വാ വാ തട്ട് തട്ടട തട്ടാടി മുട്ടു മുട്ടട മുട്ടാടി തട്ടിക്കൊട് മുട്ടിക്കൊട് മുട്ടി തട്ടിക്കൊട് തട്ടാളി. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ്. എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തിയില്ല എത്താ കൊമ്പത്തെ തത്തപ്പെണ്ണ്. ഇളങ്കരിക്കിന്റെ കണ്ണു കുത്തുമ്പോ തെറിച്ചു തുള്ളും മിണ്ടാ പെണ്ണ്. വാ വാ ചുംബലക്ക ചുംബലക്ക ചുംബരലിയ ചുംബലക്ക 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 ചുംബക്ക ചുംബക്ക ചുംബലക്ക. തട്ട് തട്ടട തട്ടാളി മുട്ടു മുട്ടട മുട്ടാളി തട്ടിക്കൊട് മുട്ടിക്കൊട് മുട്ടി തട്ടിക്കൊട് തട്ടാളി. ചുംബലക്ക ചുംബലക്ക ചുംബരലിയ ചുംബലക്ക 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 ചുംബക്ക ചുംബക്ക ചുംബലക്ക.
താങ്ക് യു വെരി മച്ച്. അടിപൊളിയായി. രണ്ടുപേരും കൂടി തകർത്തു. ഇപ്പൊ ആരാ പറഞ്ഞ അജി പാട്ട് പാടില്ല? എത്രയോ മനോഹരമായിട്ട് പാടിയ സംഗതികളൊക്കെ വന്നു അതിനകത്ത് നിന്നൊക്കെ. ഉണ്ടാ പിന്നെ ഈ ശരീരത്തിൽ സംഗതിയോ എവിടേക്കോ ഒളിച്ച് കിടപ്പുണ്ട്. തകർത്ത് രണ്ടാളും. താങ്ക് യു ഏട്ടാ, താങ്ക് യു സാർ. സാർ, ഇനി എനിക്ക് 2 കലാകാരന്മാരെ പരിചയപ്പെടുത്താനുണ്ട്. വെൽക്കം നിജു ആൻഡ് ദിനിൽ. നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. മഴൽ മനോരമയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എളിയ മിമിക്രിയിലേക്ക് ഹാർദമായ ഊഷ്മളമായ സ്വാഗതം. മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾ ഈ വേദിയിൽ ഒരു ഗാനമേള അവതരിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. ഈ ഗാനമേള ലീഡർ എന്ന് വെച്ചാൽ മലയാള സിനിമയിലെ കഥാ തിരക്കഥ സംഭാഷണം കൈകാര്യം ചെയ്യുന്ന ബാലചന്ദ്ര മേനോനാണ്. അദ്ദേഹത്തിൽ തുടങ്ങി മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾ വേദിയിൽ മിന്നിമറയും. ശ്രദ്ധിക്കൂ. കുട്ടാം, മലയാള സിനിമാ താരങ്ങളുടെ ഈ ഗാനമേളയിൽ ആദ്യ ഗാനത്തിന് ഞാൻ തന്നെ ശബ്ദം നൽകുകയാണ്. നിങ്ങളുടെ SMS പ്രതീക്ഷിച്ചുകൊണ്ട് ഓർക്കസ്ട്ര ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കരുതേ, ആശ കൊടുത്താലും കിളിയെ വാക്ക് കൊടുക്കരുത് കുട്ടാം. അടുത്ത ഗാനം ആലപിക്കാൻ അമ്മയുടെ പ്രസിഡന്റ് ഇന്നച്ചനെ വേദിയിലേക്ക് ക്ഷണിക്കാണ്. എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ, എനിക്കിപ്പോ തലയുണ്ടോന്ന്. ദേ, ഞാൻ പണ്ടത്തെ പോലെ സിനിമാ നടൻ മാത്രമല്ല, ഇപ്പൊ ആരാ MP കൂടിയാണ്. ഒരു ഗാനം. എൻ്റെ അടുത്തു നിൽക്കുവാൻ യേശു ഉണ്ട്, എല്ലാരും വരുവിൻ, എൻ്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊരുക മാളോരെ, അവൻ അണിയുന്നു മുൾമുടി. അങ്ങനെ ഉണ്ട്. ഇന്ന് നമുക്ക് നല്ലൊരു സമതിയാക്കരൻ വിരുന്നു വന്നുവല്ലോ, ഇനി ദുരിതമെല്ലാം അവനെടുക്കും പോരുക മാളോരെ. അടുത്ത ഗാനം ആലപിക്കാൻ പല്ലില്ലാത്ത അപ്പൂപ്പൻ KTS പഠനയിലെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു മാലയിളവയിൽ നേരം അഴകാണ ശിലയുതിർ കാലം സഠിത്തലവില്ല അവൾ മുഖം പാർത്ത് ഒന്നിച്ചാരേ. അടുത്ത ഗാനം ആലപിക്കാൻ നെടുമുടിയെ വേദിയിലേക്ക് ക്ഷണിക്കാണ്. നെടുമുടിയെ, എന്താ തനിക്ക് മാത്രം പാടിയാ മതിയോ? എന്താ പാട്ട്? ലക്ഷാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ താഴം പൂവോ താപരത്താവോ തേനോ തേനിലാവോ വല്ലതും മനസ്സിലായോ? CPK ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണത്രേ, കണക്കിൽ. 24 വർഷം മനസ്സുണ്ടൊരു പാട്ട്. നിന്റെ മിഴിമൂന കണ്ടെന്റെ നെഞ്ചിൽ ബെല്ലെ ബെല്ലെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എടപ്പള്ളി സ്റ്റോപ്പ് ആൻഡ് KSRTC ബസ് സ്റ്റാൻഡ്. അടുത്ത ഗാനം ആലപിക്കാൻ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി വേദിയിലേക്ക് ക്ഷണിക്കാണ്. മോനെ സുരേഷ് ഗോപി, അടുത്ത പാട്ട് പാട്. അല്ല, മലയാള സിനിമാ താരങ്ങളുടെ ഗാനമേളാകുമ്പോ എന്തൊരു പാട്ട്. നിങ്ങൾക്കുമാകാം എൻ്റെ ഈ പാട്ടിൽ അംഗം. ഞാൻ കുട്ടനാടൻ പുഞ്ചലെന്ന് പാടുമ്പോ എല്ലാരും തിത്തി താറ തിത്തിത്തേന്ന് താളം പറയണം. യെസ്, കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണ കുയിലാളെ, കൊട്ടു വേണം കുഴൽ വേണം, യെസ് കുരവ് വേണം. അടുത്ത ഗാനം ആലപിക്കാൻ നിങ്ങളുടെ ഇഷ്ടതാരം ഭീമൻ രഘുവിനെ വേദിയിലേക്ക് ക്ഷണിക്കാണ്. പ്ലീസ് കം ഭീമൻ രഘു. വിനാശകാലേ ബുദ്ധി ഭൂമി ഉരുണ്ടതല്ലേ പവിത്ര മുതലാളി. ഇവർക്ക് വേണ്ടി ഞാനൊരു ഗാനം ആലപിക്കാം. ഞാൻ തന്നെ അഭിനയിച്ച കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒരു ഭക്തിഗാനത്തിൽ നിന്നാകാം. താകർതാളം നല്ല താകർതാളം, താകർതാളം നല്ല താകർതാളം, താകർതാളം നല്ല താകർതാളം. കൊടുങ്ങല്ലൂരിനമ്മ ദേവിയെ പാടാൻ പറ്റില്ല. അടുത്ത പാട്ട് പാടാൻ നമ്മുടെ വരണം ലാലു അലക്സ് വന്നിട്ടുണ്ട്. ലാലു അലക്സ് പേഴ്സണലായിട്ട് പാടുവാ. ഒന്നും മല കയറി പോകണ്ടേ, അവിടുന്ന് തല കുത്തി ചാടണ്ടേ,
രണ്ടാം മല കയറി പോകണ്ടേ, അവിടുന്ന് തല കുത്തി ചാടണ്ടേ. അടുത്ത ഗാനം ആലപിക്കാൻ നാരായണൻ കുട്ടിയെ വേദിയിലേക്ക് ക്ഷണിക്കാണ്. ഹലോ ചെക്കലോ, ഹലോ. ഞാൻ ഒരു ഹൗസിൽ അവതരിപ്പിച്ചൊരു പരിപാടിയിലെ ആ കുട്ടിക്ക് ഡാൻസ് പഠിപ്പിക്കുന്നൊരു പരിപാടിയുണ്ട്. അത് ഞാൻ ഒരിക്കൽ കൂടി ഞങ്ങളെ അവതരിപ്പിക്കുകയാണ്. ഉത്തരാശോയം വരും, കൈ ഇങ്ങനെ വെക്കണം, കഥകളി കാണുവാൻ. ഹലോ. ഉത്രാടരാത്രിയിൽ പോയിരുന്നു, ഞാൻ പോയിരുന്നു. അടുത്ത പാട്ട് പാടാൻ നമ്മുടെ കൊച്ചുപ്രേമന് വിളിച്ചു. കൊച്ചുപ്രേമോ, വെളിവില്ലാത്തവരായിരുന്നു പാട്ട് പാടാൻ വന്നത്. എന്റെ പാട്ടെന്ന് വെച്ചാൽ ചെറുക്കി വെച്ചിരിക്കുക കറുത്ത കോഴി മുളക് പോട്ട് വറുത്ത് വെച്ചിരിക്കുക. അടുത്ത പാട്ട് പാടാൻ വേണ്ടിയിട്ട് പ്രശസ്ത സിനിമാ താരം പാരഡി രാജാവ് നാദിർഷയെയും ഈ കലാഭവൻ മണിയെയും ഇതിലേക്ക് ക്ഷണിക്കാണ്. നാദിർഷ വന്നോളൂ, പാടിക്കോളൂ. പാത്തു സുട്ടിച്ചൊരു ഗോൾഡിന്റെ ബണ്ടങ്ങൾ, പാത്തു സുട്ടിച്ചൊരു ഗോൾഡിന്റെ ബണ്ടങ്ങൾ പാപ്പ പൊക്കി പോയി, പാത്തുന്റെ പാപ്പച്ചി പൊക്കി പോയി. കൂട്ടിയിട്ടൊരു തകര പെട്ടിയുടെ ബോൾട്ടടിച്ചോണ്ട് പോയി, പെട്ടിയിലെ കാശും കെട്ടോണ്ട് പോയി. പാത്തു സുട്ടിച്ചൊരു ഗോൾഡിന്റെ ബണ്ടങ്ങൾ പാപ്പ പൊക്കി പോയി, പാത്തുന്റെ പാപ്പച്ചി പൊക്കി പോയി. കൊച്ചിനെ കാച്ചിയ പാക്കറ്റ് പാല്, മിൽമയുടെ പാല്, കൊച്ചിനെ കാച്ചിയ പാക്കറ്റ് പാല് ബാപ്പ കുടിച്ചോണ്ട് പോയി, കൊച്ചിന്റെ ബാപ്പ കുടിച്ചോണ്ട് പോയി. പട്ടിണി മാറാന ചുട്ടൊരു പത്തിരി പട്ടി കടിച്ചോണ്ട് പോയി, ഇത്തേക്കലെ പട്ടി കടിച്ചോണ്ട് പോയി. അടുത്ത ഗാനം ആലപിക്കാൻ മണിച്ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കാനും. പ്രിയ കലാസ്നേഹികളെ, നാടൻ പാട്ടിനെ മലയാളികൾക്കിടയിൽ ഒരു തിരിച്ചറിവ് നടത്താൻ എന്നെ അനുഗ്രഹിച്ച എല്ലാ കലാസ്നേഹികൾക്കും എൻ്റെ ഒരു ഗാനത്തിലേക്ക് ഹാർദമായ സ്വാഗതം. തെക്കേ പുറത്തെ പ്ലാവും എൻ്റെ ഒപ്പ വരിക്കച്ചക്കുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോൾ തേങ്ങിടുന്നോപ്പേ. ചക്കാമുറത്തിലതിട്ട് പൊന്നുണ്ണിനെ തൊഴിലതിട്ട് മുള്ളിപ്പാട്ടു പാടിയ നേരം ഉണ്ണിയുറങ്ങി. ദൈവേ ആ കിടപ്പ് പൊന്നും കെട്ടേ സഹിച്ചൂടാ. കാട്ടുരുത്ത വല്യമ്മയല്ലേ തവർന്ന് കുട്ട നീ നോക്ക്, കഴിഞ്ഞ ആഴ്ച വന്നപ്പോ വല്യമ്മ പൊണ്ട കൊണ്ടുവന്നു, ഈ ആഴ്ച വന്നപ്പോഴല്ലേ കണ്ണീരു മാത്രം. അവസാന ഗാനാലപിക്കാൻ മലയാളത്തിൻ്റെ പ്രമുഖ താരങ്ങളായ ശ്രീ മെഗാസ്റ്റാർ ഭരത് മമ്മൂട്ടിയും ലാലേട്ടനും വേദിയിലെത്തുണ്ടായി. ശ്രദ്ധിക്കൂ. അറിയാം, മലയാള സിനിമാ താരങ്ങളുടെ ഗാനമേളാകുമ്പോൾ എന്തൊരു പാട്ട്. എനിക്ക് പാടാൻ അറിയില്ല എന്നാണ് സിനിമാക്കാരുടെ വിചാരം. എങ്കിലും നിങ്ങൾക്ക് മുന്നിൽ ഞാനൊരു പാട്ട് പാടാം. മുറ്റത്തെ മുല്ലേ ചൊല്ല്, കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. മുറ്റത്തെ മുല്ലേ ചൊല്ല്. മലയാള സിനിമാ താരങ്ങളുടെ ഗാനമേളയാകുമ്പോൾ നമ്മളുടെ ഒരു പാട്ട്, ശിക്കുപക്ക് റെയിലേ, കലക്കിട്ട് പാറടി സ്റ്റൈലേ, ശിക്കുപാറ് മയിലേ, ഇപ്പൊ ഓക്കെ നാമടി ക്യൂലേ. അടുത്ത പാട്ട് പാടാൻ സത്യമാഷ് വേദിയിലേക്ക് ക്ഷണിക്കാണ്. സത്യമാഷേ. എന്ത് തെറ്റാ ചെയ്തമ്മ? എല്ലാരും പറയണ പുത്തൂരൻ തറവാട്ടി പിറന്നവരെല്ലാം തങ്കത്തിന്റെ നിറമാന്ന. ഞാൻ മാത്രം എന്തമ്മേ കശുവണ്ടി ചുട്ട കളറായി പോയത്. ഏതായാലും ഒരു പാട്ട് പാടാം. ശൂരം പടയുടെ ചെമ്പട കുട്ടി തത്തിക്കേറും മേളം, വീരം പടയുടെ ചെമ്പട കുട്ടി തല്ലിക്കേറും മേളം. അവസാന ഗാനം ജയൻ കുഞ്ഞിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജയൻ കുഞ്ഞെ. പ്രിയ കലാസ്നേഹികളെ, നിങ്ങളെല്ലാവരും കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്, വെള്ളമുണ്ട്, കള്ളിമുണ്ട്. എൻ്റെ പാട്ടെന്ന് വെച്ചാൽ ചാം ചക്ക ചും ചക്ക ചുമ്പട ചോക്കച്ച ചുമ്പട ചോക്കച്ച. ഇത്രയും നേരം മലയാള സിനിമയിൽ നിങ്ങളൊക്കെ പാടിയിട്ട് മുതുമുത്തച്ഛനായ എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല? എൻ്റെ പാട്ടായിക്കോട്ടെ. അവസാനമായിട്ട് ദേവൂട ദേവൂട ഏഴിമല ദേവൂട, ചൂടൂട ചൂടൂട എങ്ക പക്കം ചൂടൂട. സമയമില്ലാത്തതുകൊണ്ട്
ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ആദിമ സംസ്കാരങ്ങളുടെ സംഗമഭൂമി, മനുഷ്യനായി നിലനിർത്തുന്ന മഹാപ്രതിഭാസം. ഇവിടെയാണ് ജീവന്റെ തുടുപ്പും സംസ്കാരങ്ങളുടെ ചൈതന്യവും ഗോത്രവും ഭാഷയും വേഷവും സംഗീതവും ആദിയിൽ രൂപം കൊണ്ടത്. വനസൗന്ദര്യത്തിന്റെ വശ്യചാരുതയിൽ ഒരിക്കലെങ്കിലും മനം മയങ്ങാത്തവരുണ്ടോ? ഹാസ്യത്തിന്റെ മേച്ചിൽപ്പുറം തേടി നമ്മൾ യാത്ര പോകുന്നത് ഒരു വനാന്തരത്തിലേക്കാണ്, കാടിന്റെ യഥാർത്ഥ അവകാശികളായ ആദിവാസികളുടെ അരികിലേക്ക്. വലിയൊരു പക്ഷി ആ കുന്തം കൊണ്ട് വലിയ പച്ചി എറിഞ്ഞിടാ. അയ്യോ പോങ്ങ, ആ പച്ചി പോയില്ലടാ. 3 ദിവസമായി പക്ഷി ഇങ്ങനെ കിടന്ന് കറങ്ങണ്. ഏതായാലും ഈ പക്ഷിയുടെ കൂടൊന്ന് കണ്ടു പിടിച്ചണം. അതെന്തിനാ പോങ്ങ? ഈ പക്ഷിയുടെ മുട്ട വിരിച്ച് 2 കുഞ്ഞുങ്ങളെ എടുത്ത് നമുക്ക് മൂപ്പന് കാഴ്ച വെക്കണം. എടാ പോയ പക്ഷി ജണ്ടടാ പിന്നെ പറ്റുന്നു. നമ്മളെ രാജാനെ ഓടിച്ചോ. ഹലോ മിസ്റ്റർ കമാൻഡർ ജോസ് കുട്ടി, കമാൻഡർ തോമസ് കുട്ടി. ഈ താഴെ കാണുന്നതാണ് പോത്താനിക്കാട്. ഈ കാട്ടിലാണ് നമ്മുടെ ഓപ്പറേഷൻ നടക്കേണ്ടത്. ഇവിടെയാണ് മാവോയിസ്റ്റുകൾ ഒളിച്ചു താമസിക്കുന്നത്. മാവോയിസ്റ്റുകളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഉടനെ തന്നെ സന്ദർശിക്കാം. പിന്നെ ഇറങ്ങിക്കോ. സാർ, ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിട്ടില്ല. സോറി കമാൻഡോസ്, ഇത് താഴ്ന്നാൽ പിന്നെ പൊങ്ങില്ല. നിങ്ങൾ ഈ കയറിലൂടെ, അതായത് ഈ റോപ്പിലൂടെ നിങ്ങൾ താഴത്തേക്ക് ഊർന്നിറങ്ങിക്കോളൂ. പിന്നെ ഒരു കാര്യം, അതിഘോരമായ വനമാണ്, സൂക്ഷിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്. നമ്മളെ കൊലക്കൊടുത്തും പോവാടാ. കമാൻഡർ തോമസ് ഊട്ടി. എന്താ കമാൻഡർ ജോസൂട്ടി? ഡിപ്പാർട്ട്മെന്റിന് നമ്മളെ പറ്റി നല്ല മതിപ്പല്ലേ? നല്ല മതിപ്പല്ല, നല്ല മടുപ്പ. മേജറുടെ തന്തക്ക് വിളിച്ചപ്പം ഞാൻ ഇത്രേ ഓർത്തില്ല. ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കുന്നുണ്ട്. അയ്യെന്നാ പറ സാറേ. കമാൻഡർ തോമസ് കുട്ടി, കമാൻഡർ ജോസ് കുട്ടി. യെസ് സാർ. കാട്ടിൽ മാവോയിസ്റ്റുകളെ കണ്ടോ? ഈ കാട് മൊത്തം മാവോയിസ്റ്റുകളാണ് സാർ. കമാൻഡർ ജോസ് കുട്ടി. യെസ് സാർ. മാവോയിസ്റ്റുകളെ കണ്ടാൽ ഉടൻ തന്നെ മെസ്സേജ് എത്തിക്കണം. എത്തിക്കാം സാർ. തോമസ് കുട്ടി, നീ വല്ലതും കാണണ്ടാടാ. എന്ത് കാണുന്നുണ്ടെന്ന്? എടാ, ഒരു പുള്ളിമാനം ഓടിക്കണം കണ്ടാടാ. പുള്ളി അല്ലടാ, പുള്ളിപ്പുലി. എന്തായാലും ഒരേ കാട്ടിൽ ഒരുമിച്ച് താമസിക്കണ സ്വന്തം കൂടപ്പറപ്പുകളോട് ഇങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്തായിരിക്കൂടാ? നീ എന്നെ വിളിച്ച? ഇല്ല. നീ എന്നെ വിളിച്ച? ഇല്ല. പിന്നെ ആരാടാ നമ്മൾ വിളിച്ചത്? മൂപ്പന്റെ കുടിയാത്തിയുടെ മകള്. മൂപ്പന്റെ മകളെന്ന് പറഞ്ഞാ പോലെ മൂപ്പന് തമിഴായോ? ആ മൂപ്പന്റെ മകള് മുളറാണി ആണ്ടിലൊരിക്കൽ കുളിക്കണ ആണ്ട് കുളിക്കും വരണേ. അതെന്താണ് ആണ്ടി കുളിക്കണത്? ദിവസം കുളിച്ചാ പോരെ? അത് പറ്റൂല. ദിവസം കുളിച്ചാ കുളി കാണാൻ ആള് കൂടും. ചെണ്ടൻകുട്ടി കാട്ടിലൊക്കെ വരവ്, പിന്നെ എങ്ങനെ ആള് കൂടാണ്ടിരിക്കും? എങ്ങനെ മുളറാണിയുടെ ആണ്ടുകുളി കഴിഞ്ഞാൽ നാളെ സൂര്യൻ ഉദിക്കുമ്പോ മുളറാണിക്ക് മംഗളം മംഗളം മംഗളം. കാട്ടീന്ന് ഏറ്റവും വലിയ മൃഗത്തെ പിടിച്ചു കൊണ്ടുവരുന്ന കാട്ടുബീരന് മുളറാണി ചത്തോ ചത്തോ ചന്തോ. വേണു എവിടാക്കും ബാട്ടാക്കും. കാട്ടിൽ പോയി വലിയൊരു കൊമ്പനെ പിടിച്ച് മൂപ്പന് മുമ്പിൽ നിർത്തും. പിന്നെ മുളറാണി ഏന് സ്വന്തം. ഞാനും പോണു. എങ്ങാട്ട്? ബാട്ടാക്കും. കാട്ടിന്ന് വലിയൊരു ചടയുള്ള ചുംബത്തെ പിടിച്ച് മൂപ്പ മുന്നിൽ നിർത്തും. അപ്പം മൊയില് മുളറാണി ഏന് ചന്തം. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്. ചിരിക്കാറില്ല, ചിരിച്ചാൽ വേണ്ടായിരുന്നു അല്ലേ?
കുളിച്ചില്ലേലും മുളറാണിയെ കാണാൻ പെരുത്ത ചന്ത. ഒരുമാതിരി തീക്കനൽ വെള്ളത്തിൽ വീണ പോലെ. ഇതേടെ ഒരു കാര്യം, ഞാൻ അത്രയ്ക്ക് ചുന്നരിയാ. പിന്നെ അടുത്ത് നിന്ന് കാണണമെങ്കിൽ ചൂട്ട് കത്തിച്ച് നോക്കണം. സൗന്ദര്യം ഇങ്ങനെ വഴിഞ്ഞൊഴുകയല്ലേ. ഏനുണ്ടോടി അമ്പിളി ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം. അയ്യോ, ഇതെന്താ ഈ ചായനം? ആ, എനിക്കറിയില്ല ഈ സാധനത്തെ. അയ്യോ, ആരെങ്കിലും വന്നിരുന്നെങ്കിൽ. അയ്യോ, ഏനും വന്നിക്കണ്. എണ്ണപ്പട്ടി മുളറാണി. എണ്ണപ്പട്ടി മുളറാണി. ഇതെന്താ ഈ ചായനം? എന്ന ചായനോ? വേണ്ട, ഇത് എന്ന ചായനം? என்ன சாயனன்னு தெரியாது. പിടികിട്ടി. ഇത് ഭയങ്കരമാണ്, വലിയൊരു മൃഗം. മുളറാണി പേടിക്ക് വേണ്ട. ഈ മൃഗത്തെ ഞാൻ കുത്തി കൊന്നിടും. കോഡ് നമ്പർ 36, കോഡ് നമ്പർ 48, കമാൻഡർ ജോസ് കുട്ടി, കമാൻഡർ തോമസ് കുട്ടി, കേൾക്കുന്നുണ്ടോ? ഓവർ. എനിക്ക് പൊടി കിട്ടിയാച്ച്. ഇത് മൃഗമല്ല, ബണ്ട്. മുളറാണി നോക്കിനി. കൊമ്പൻ ചല്ലുബണ്ട്. മലവണ്ടിനെ പിടിച്ചാച്ച്. ഈ പേങ്ങൻ മലവണ്ടിനെ പിടിച്ചാച്ച്. മുളറാണി കൊണ്ടുപോയി മൂപ്പന് കൊടു. ആ തായത്തിന് ചുട്ടില്ല. ഏത് നല്ല ചമ്മാനോ കിട്ടും. ഞാൻ വേട്ടയാടി ഒരു ആനനെ പിടിച്ചുകൊണ്ട് മാറും. കുയ്യാന. അപ്പൊ ഏനും ഉനക്കും മംഗലം. സമ്മതമാ? സമ്മതം. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു നെയ്യാണ്. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു നെയ്യാണ്. കാടിന്റെ ഓമനമോളാണ്, ഞാവൽപ്പഴത്തിന്റെ ചേലാണ്. എള്ളിൻ കറുപ്പ് പുറത്താണ്, ഉള്ളിന്റെ ഉള്ളു തുടുത്താണ്. റാണി, ഏൻ ചിങ്കത്തെ പിടിച്ചോണ്ട് വരുമ്പോ ഏൻ കഴുത്തിൽ മാലയിട്ട് മംഗലം കഴിക്കാൻ സമ്മതമാ? സമ്മതം. മട്ടിച്ചാറ് മണക്കണ് മലങ്കാറ്റ് കുളിരണ് മലയെത്തി പെണ്ണ് നിന്ത് തുടിക്കണ്. മലവേടാ കെട്ടിത്താനേ മുളറാണി വേട്ടയ്ക്ക് പോണു. ഏനെ കാത്തിരുന്നോളി. ആ ശരി. മുളറാണി ഏനും വേട്ടാക്ക് പോണു. മംഗലപ്പന്തലിൽ വീണ്ടും കാണാം. ജോസൂട്ടി, പണി പാളിയെന്ന് തോന്നണേട്ടാ. നമ്മുടെ വാക്കിട്ടോക്കി ആ കാടന്മാര് കൊണ്ടുപോയി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യണ്ട, ബാക്കിയെല്ലാം കാടന്മാര് ചെയ്തോളൂ. നമ്മളിപ്പോ ചെകുത്താനും കടലിലും നടക്കാട്ടാ. എങ്ങനെയെങ്കിലും ആ വോക്കിംഗ് ടോക്ക് തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിക്കാൻ അങ്ങോട്ട് ചെല്ലി, കാടന്മാര് നമ്മളെ പിടിക്കും. ഐഡിയ. നമുക്ക് വേഷം മാറാം. முழங்காடு வாழும் மல தெய்வங்களே, எங்களை காத்துக்கொள்ளனே. நம்ம ஊருக்கு நல்ல காலம் வருத்திடு. முளராணி, மகாளே, முளகராணி, இப்படாரும் இல்ல. விழிச்சாப்பா? விழிச்சு. குளிச்சு எங்க போய் புத்தன் புலித்தோலி பாவாடை ஈட்டி തോലിന്റെ റൗക്കേം കിട്ടി. കണ്ണെഴുതി പൊട്ടും തൊട്ട് കല്ലുമാലമിട്ട് തുണ്ടരിയായി ബാ. അപ്പ കെട്ടാൻ പന്ന കാടന്മാര് മകളെ കണ്ട് ഞെട്ടണം. ഞെട്ടുവപ്പ ഞെട്ടു.
ഞെട്ടും. ഇല്ല ഞാൻ ഞെട്ടിക്കും. മകളെ ഇതെന്നെ ചായന മൂലണ വണ്ട്. അല്ല ഒറ്റക്കൊമ്പൻ വണ്ട്. 584. Oblique. Over. Last 1 hour. We have no message. Over. Oblique. ഭാഗ്യം വന്നാച്ച് മഴപ്പക്ഷി വന്നാച്ച്. മഴ പെയ്യാത്ത നമ്മ കാട്ടില് മഴ വരുത്. മഴ ദൈവം കണ്ണ് തുറന്നാച്ച്. മകളെ ഇത് പണ്ടല്ല, നമ്മ ഊരുകാക്കും മഴ ദൈവം. ഇനിമേൽ ഇതുதான் நம்ம மழை தெய்வம். சாத்தா போட்டா வேங்க போங்க. முளராணி மலங்காளி நம்ம ஊருக்காக்கும் மழை தெய்வம் வந்தாச்சு. மழை தெய்வம் வந்தாச்சு. Over. எங்க கட தெய்வே நம்ம மகாளு முளராணிக்கு இன்னைக்கு மங்களம். அவளுக்கு நல்லது வருமா? Over. ஐயா பாத்தா எங்க கட மழை தெய்வே எங்களை காட்டு தீந்து ரட்சிக்குமா? Over. ஐயா பாத்தா விழிச்சா விழிகேக்கிற மனதெய்வம் வந்தாச்சு. இனி நம்ம காடுக்கும் நமக்கும் சந்தோஷம். என் மகாளு முளராணியோட மங்களத்தின் ஒழுக்கம் தொடங்கட்டே. La Martita, número 2, DJ Tadeo, DJ Raulito, con fuerza muchachos, siga moviendo la Marta, movete Martita, movete Martita, movete Martita, movete Martita, movete Martita. A ver, los pibes si me ayudan con esto, ¿qué dice? La Marta se mueve para, se mueve para, se mueve para. Se mueve para, esta es la Marta más loca que hay. ¡Hueva! No para. Y mueva la Marta, mueva la Marta. 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 மூப்பா எனக்கு நல்ல மூப்பா. என் சூப்பாங்குடி ஊருன்னு வருது. பேரு கருங்கண்டு. இது ஏன் பேட்டு அடி பிடிச்ச மலம்பாம்பு. മലറാണിയെ ഏഴ് മംഗലം കഴിച്ചതാ. എന്തൊരു കറുപ്പ്. എനിക്ക് ജബരം വേണ്ടപ്പാ. മകളെ ഇവാനെ കണ്ടിട്ട് എനക്ക് തോന്നുന്നു മകള് പട്ടിണി കിടക്കൂലെന്നാണ്. അതെന്താപ്പാ? അപ്പൊ എന്റെ കൗത്തേ കിടക്കണ മലമ്പാമ്പിനെ കണ്ട ഒരു മാസത്തേക്കുള്ള ചാപ്പാടുണ്ടത്. ഒരു കുട്ടി തേവാക്ക് വരുന്നേ. മകളെ മുണ്ടാതിരി. ഇതാണ് അത്ഭുത ദ്വീപ് വാഴും മോകളി മൂപ്പൻ. ഏത് പൊക്കം കുറവാണെന്നുള്ളൂ. പക്ഷെങ്കിൽ എന്റെ കയ്യില് വലിയ സാധനമുണ്ട്. എന്ത്? പുലി. ഇത് പുലിയല്ല, പൂച്ചല്ലു. നിങ്ങ നാട്ടിൽ ഇത് പൂച്ചല്ലു, എങ്ക നാട്ടിൽ ഇത് പെരിയമാന പുലി. അപ്പ എനിക്ക് ജബര വേണ്ടപ്പാ. I'm a scat man. ஆஹா, நீங்க எந்த ஊரு? ஊரு கம்போடியா, பேரு லாம்போ லிம்போ. என் மகளை மங்களம் കഴിക്കാൻ വന്ന நீங்க எந்த மிருகத்தை வேட்டையாடி பிடிச்சிருக்கு? அப்பா எனக்கு ராம்போ லிம்போ மதியப்பா. ஆദ്യം വേട്ടയാടി പിടിച്ച മൃഗത്തെ കാട്ട്, പിന്നെ മംഗലം. ഇവിടുത്തെ കാട്ടി കാണാത്ത വലിയ മൃഗം, 10 ആനാടം പോയപ്പോഴുള്ള പെരിയ മൃഗം. അതിനെത്താ ഞാൻ വേട്ടയാടി പിടിച്ചത്. അത് എന്നാ മൃഗം? ദിനോചാറ്. എന്നാ ചാറ്? ദിനോചാറ്, പെരിയ മൃഗം. അപ്പാ എനിക്ക് ഒത്തിരി ഇഷ്ടമായപ്പാ. എനിക്ക് ലംബോജിമാനം മാത്രം മതി. വേട്ടയാടി പിടിച്ച മൃഗം എവിടെ? പേടിക്ക കൂടാതെ ഭയങ്കരமான മൃഗം. കുട്ടി ദിനോചാറ്. എന്റെ അപ്പാവും അമ്മാവും ഉറങ്ങിയപ്പ ഞാൻ പിടിച്ചാച്ചി. വാടാ വാടാ
പോക്കൻ ഞാൻ വലിയൊരു കാരാടിയെ പിടിച്ചാച്ചു പോങ്ങ നീ താം ആപ്പിള് ഏ മകൾക്ക് ചേർന്ന പുരുഷ പുരുഷനല്ല എൻ പേര് പോങ്ങൻ ഉപ്പാ ഉപ്പാ ഞാനും പിടിച്ചാച്ചു ഒരു കരാടിയെ കണ്ട മുളറാണി ഏതായിരശാലി കണ്ട കണ്ട മുളറാണി നീ എനക്ക് സ്വന്തം ഞാൻ കാട്ടിത്തറാവടാ വായിപ്പടാ കടി കടി കണ്ട വളരാണി എൻ ധൈര്യം കണ്ട നീ നീ എനിക്ക് നീ സ്വന്തം എനിക്ക് സ്വന്തം എനിക്ക് സ്വന്തം എനിക്ക് സ്വന്തം എനിക്ക് സ്വന്തം നിർത്ത് ഓങ്ങനും വെങ്ങനും കരാടിയെ പിടിച്ചിരിക്കണ് മകളെ മുളറാണി നിനക്ക് ആരെ മംഗലം ചെയ്യണോ അപ്പാ എനിക്ക് 2 പേരും വേണം അപ്പാ. മകളെ മുളകറാണി അപ്പ അവക്ക് 4 കെട്ടാക്കി എനിക്ക് 2 കെട്ടാൻ മേല അപ്പാ. എന്റെ മനദൈവേ. ഓവർ ഓവർ. കമാൻഡർ ജോസൂട്ടി, കമാൻഡർ തോമസ് ഊട്ടി, നിങ്ങൾ എവിടെയാ? വി സി മാവോയിസ്. ഓവർ ഓവർ. 36 48. ഹലോ ഹലോ. ഓവർ ഓവർ. ഓരോ ആ മലദൈവം സമ്മതിച്ചാച്ച്. പോങ്ങ വേങ്ങ ഇന്നു മുതൽ മുളറാണി നിങ്ങൾക്ക് 2 പേർക്കും സ്വന്തം. ഞങ്ങൾ കൊണ്ടുവന്ന കരാടിയെ എന്ത് ചെയ്യണം? ഈ കരാടികളെ വെട്ടി കണ്ടിച്ച് ചൂട്ട് കല്യാണത്തിന് വേണം. കുത്തടാ കാരാടിയെ കുത്തി കൊല്ലടാ. അയ്യോ ഞങ്ങളെ കൊല്ലല്ലേ, ഞങ്ങള് കരടികളല്ലേ, കമാൻഡോകളാണ്. അപ്പാ എനിക്ക് പോങ്ങനും ബെങ്ങനും വേണ്ടപ്പാ. പിന്നെ എനിക്ക് ഈ 2 കാരാടികളെ മാത്രം മതിയപ്പാ.